ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ശാലോം ടിവിയുടെ ദ കൊയർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ പാദസ്പർശത്താൽ പുണ്യപുളകിതമായ കുറവലങ്ങാട് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തുമറിയം തീർത്ഥാടന ദേവാലയത്തിലെ ഗായക സംഘത്തെയാണ് ഇന്ന് നാം പരിചയപ്പെടുക. ഞാൻ ഫാദർ ജോയൽ പണ്ടാരപ്പറമ്പിൽ, ഈ ദേവാലയത്തിലെ ഒരു ശുശ്രൂഷകനാണ്. എന്നോടൊപ്പം കൂടെയുള്ളത് ഫാദർ എമ്മാനുവൽ കാഞ്ഞിരത്തെങ്കിൽ അച്ഛനാണ്. അച്ഛനും ഈ ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങളോടൊപ്പം ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് ഏറെ സംഭാവനകൾ നൽകിയ പ്രശസ്ത സംഗീത സംവിധായകൻ ശ്രീ KG പീറ്ററുണ്ട്. അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദാവീദാണല്ലോ സങ്കീർത്തനങ്ങളെല്ലാം രചിച്ചത്. അപ്പോൾ ദാവീദിനെ പോലെ പാടാനായിട്ടുള്ള ഒരു ഗാനം നമുക്ക് ഇനി കേൾക്കാം. ജോയലച്ചൻ എഴുതിയ ദാവീദായി പാടിയിടാം ഞാൻ എന്ന് തുടങ്ങുന്ന ഗാനം. അത് എനിക്ക് ആദ്യമേ തന്നെ ആ പാട്ടിനെ കുറിച്ച് പറയുന്നതിന് ഇപ്പുറമായിട്ട് ഞാൻ ഏറ്റവും ആദ്യം പാടിയ ഗ്രൂപ്പ് സോങ് അതാണ്. മൈനസ് സെമിനാരി ചേർന്ന് 2008 ഞാൻ മൈനസ് സെമിനാരി ചേരുന്നത്. ആ വർഷം ഞങ്ങളുടെ ഗ്രൂപ്പ് സോങ്ങിൽ അന്നൊക്കെ ഹിറ്റായിട്ട് നിന്നൊരു പാട്ടാണ്. ഇപ്പോൾ ജോയലച്ചൻ്റെ പാട്ട് ദാവീദായി പാടിടാം എന്നുള്ള പാട്ട്, അതിലാണ് ഞാൻ ആദ്യമായിട്ടൊരു സമൂഹ ഗാനത്തിൽ കയറി പാടുന്നത്. അപ്പോൾ നമുക്ക് ആ പാട്ടിൻ്റെ രചനയെക്കുറിച്ചും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് അച്ഛൻ ഒന്ന് പറഞ്ഞു തരാമോ? 2004 ആ ഗാനം പിറവിയെടുക്കുക. അപ്പം അന്ന് പീറ്റർജിയും ഞാനും കൂടെ ചെയ്ത് ദിവ്യദാനം എന്നുള്ളൊരു കാസറ്റ്, അതിനകത്താണ് ആരാധനയ്ക്കേറ്റ യോഗ്യനായവനെ ഒരു കോടി ജന്മം ഈ ഭൂമിയിൽ നിന്ന്, അങ്ങനെ ആ പാട്ടുകളെല്ലാം ആയി ഇരിക്കുന്ന ഒരു സമയം. അപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള 2 യുവാക്കൾ വന്നു, അച്ഛാ നമുക്കൊരു CD ഇറക്കണം എന്ന് പറഞ്ഞു. ഈ ദിവ്യദാനം കഴിഞ്ഞിട്ട് വേറൊരു CD, രണ്ടാമതൊരു CD കൂടി ഇറക്കണം എന്ന് പറഞ്ഞ് ഈ പിള്ളേരെ അടുത്ത് വന്ന് പറയുക. അപ്പം പാലായിലുള്ള ജിസ്സും സോജനും, അങ്ങനെ 2 യുവാക്കളാണ്. അവരുടെ ഒരു ആഗ്രഹമായിരുന്നു CD ഇറക്കണമെന്ന്. അപ്പം അതിനുവേണ്ടി ചെയ്ത 10 പാട്ടുകളാണ് അതിനുവേണ്ടി ചെയ്തത്. അതിലൊരു പാട്ടാണ് ഈ ദാവീദായി പാട്ട്. അപ്പോൾ അതെൻ്റെ ഉള്ളിലുള്ള ഒരു മോഹം, ദാവീദ് ദൈവത്തെ സ്തുതിച്ച് പാടിയതുപോലെ ദാവീദിനെ പോലെ പാടാനായിട്ടൊരു ഗാനം അതായിരുന്നു. പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പാട്ട് എഴുതി ട്യൂൺ ചെയ്തതല്ല. പിന്നെ അതെങ്ങനെയാണ്? അത് ട്യൂൺ ചെയ്തിട്ട് എഴുതുക ചെയ്തത്. അത് കൊള്ളാം. അത് സാധാരണ ഞാൻ എഴുതിയ പാട്ടുകൾ പിന്നീട് ആരെങ്കിലും ട്യൂൺ ചെയ്യാം. പക്ഷേ ഇത് പീറ്റർ ചേട്ടൻ അതിൻ്റെ ട്യൂൺ ആദ്യം എനിക്ക് ട്യൂൺ മൂളി എനിക്ക് തന്നു. അപ്പോൾ അതിനുശേഷം അതിന് അനുസരിച്ച് ഞാൻ അതിൻ്റെ വരികൾ ചിട്ടപ്പെടുത്തുകയായിരുന്നു. അങ്ങനെയാണ് ഈ പാട്ടിൻ്റെ പിറവി. പ്രൈസ് എന്നുള്ള ആൽബത്തിൽ ഈ പാട്ട് നമ്മൾ 10 പാട്ടുകളും നല്ലതായിട്ട് പാടിയ പാട്ടുകളാണ്. അതൊന്നും ഒന്നുകൂടെ റീവർക്ക് ചെയ്ത് ഇറക്കാന്നുള്ള ചിന്തയിലേക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഈ മുഴുവൻ പാട്ടും പീറ്റർജി മൂളി കൊടുത്തല്ലേ ഇതേ രീതിയിൽ? ഈ ഒരു പാട്ട് മാത്രം അതിൽ 10 പാട്ടുകളുണ്ട്. അതിൽ ഈ ഒരു പാട്ടിന്റെ എല്ലാ ടോപ്പ് സിംഗേഴ്സ് എല്ലാം പാടിയത് പല്ലവി അനുപല്ലവിയും മൂളി തന്നു. അതനുസരിച്ച് നമ്മൾ വരികൾ എഴുതി. അങ്ങനെയാണ്. അങ്ങനെ എഴുതാൻ എളുപ്പമായിരുന്നോ? അങ്ങനെ എഴുതാൻ എളുപ്പമാണ്. പക്ഷെ അപ്പോൾ നമുക്ക് ആ ഒരു പാട്ടിന്റെ ഒരു ഫ്ലോ ചിലപ്പോൾ കിട്ടാറുണ്ട്. അത് ശരിയാണ്. അതിന്റെ സാഹിത്യം കിട്ടുകയില്ല. സാഹിത്യാത്മകമായിട്ട് എഴുതുമ്പോൾ എഴുതിയിട്ട് ട്യൂൺ ചെയ്തിട്ട് എഴുതുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം നമ്മൾ ഒപ്പിച്ച് വെക്കേണ്ടതായിട്ട് വരും. ട്യൂൺ അനുസരിച്ച് നമ്മൾ വെക്കേണ്ടതായിട്ട് വരും. അത് അപ്പോൾ അതിൻ്റെ സാഹിത്യത്തെ അത് ബാധിക്കും. അതിൻ്റെ ട്യൂണിനെ കുറിച്ച് അച്ഛന് ഞാൻ ട്യൂൺ ആദ്യമേ തന്നു. ഞാൻ ആ പല ട്യൂണുകളും ഇങ്ങനെ നോക്കുന്നതൊക്കെ അവസാനം സെലക്ട് ചെയ്ത് അച്ഛന് തന്നു. അച്ഛൻ പറഞ്ഞ നല്ലൊരു ട്യൂൺ വേണം, ഒരു ജമ്പിങ് വേണം. ഞാൻ കൂടുതൽ മെലഡിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അധികം ജമ്പിങ് ഒന്നും അങ്ങനെ ചെയ്യുന്നില്ല ആ ഒരു കാലഘട്ടങ്ങൾ. തന്നെയിൽ അന്ന് ഈ ഇന്നത്തെ പോലെ ഫാസ്റ്റായിട്ട് പോകുന്ന മൊബൈൽ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് പെട്ടെന്ന് അച്ഛാ ഇങ്ങനെ വേണമെന്ന് ചോദിക്കാൻ പറ്റിയല്ല. അന്ന് സത്യത്തിൽ ഞാൻ ഭരണങ്ങാന SSCയിൽ പാടുന്ന ആ സമയത്താണ് ഈ പാട്ട് ചെയ്യുന്നത്. ആരാധനയ്ക്കേറ്റൊക്കെ ആ സമയത്ത് ചെയ്തതാണ്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ബ്രേക്കുള്ള സമയത്ത് ഞങ്ങൾ പാട്ടുകാരെല്ലാം കൂടെ താഴെ വന്നിരുന്ന് ആ ഡെസ്കിൽ ഒരു താളം ഇട്ട് താളം ഞാൻ സിനി എന്ന് പറഞ്ഞ പാട്ടുകാരുണ്ട്. ഞാൻ നമ്മളെ അപ്പുറത്ത് ഒരു ചുമ്മാ താളം എന്ന് പറഞ്ഞു ഞാൻ അച്ഛന് പാട്ട് അയച്ചു കൊടുക്കാനാണ്, ട്യൂൺ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കെന്നാൽ ചാപ്പലിൽ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കുറച്ച് ചാപ്പലിലൊക്കെ പോയിരുന്ന് പ്രാർത്ഥിച്ചിട്ട് ആ ഡെസ്കിൽ താളം അടിച്ചുകൊണ്ട് ചെയ്ത പാട്ടാണ് ദാവീദായി എന്നുള്ള പാട്ട്. അത് വളരെ സൂപ്പർ ഹിറ്റായ പാട്ട്. അതിൻ്റെ അകത്ത് മുഴുവൻ പാട്ടുകളും അതിലേറ്റവും മാർക്കോസേട്ടൻ്റെ പാടി പുള്ളി. അത് ശരിക്കും ഇസ്രായേൽനാഥനൊക്കെ കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടങ്ങളിലാണ് നമ്മൾ ഈ പാട്ട് അച്ഛനും ഞാനും കൂടെ അത് ചിട്ടപ്പെടുത്തി ഇറക്കുന്നത്.
പക്ഷേ അത് എല്ലാവരും ഏറ്റുപാടി ഗംഭീരമായിട്ട് മർക്കോസേട്ടൻ പാടി. മർക്കോസേട്ടൻ പാടിപ്പിക്കുന്ന സമയത്ത് അന്ന് അച്ഛനില്ല, ചെന്നൈയിലാണ്. അങ്ങനെ പുള്ളിയെ അങ്ങനെ പിടിച്ച് നമ്മുടെ കൂടെ സഹകരിപ്പിച്ച് നന്നായിട്ട് പുള്ളി അത് പാടിത്തന്നു, സമയമെടുത്ത് പാടിത്തന്നു. അങ്ങനെ അതുകൊണ്ട് ആ പാട്ട് വളരെ ഗംഭീരമായി. ദാവീദായി എന്നുള്ള പാട്ട് എല്ലാവരും പാടി ഒരു പാട്ടാണ്, നമുക്കൊന്ന് പാടാം. ദാവീദായി പാടിടാം ഞാൻ സ്നേഹത്തിൻ സ്തുതിഗീതം, ദാവീദായി പാടിടാം ഞാൻ സ്നേഹത്തിൻ സ്തുതിഗീതം. നന്മകൾ നീ ചൊരിഞ്ഞതിനാൽ നന്ദിയാൽ നിൻ സ്തുതി പാടിടാം ഞാൻ. നന്മകൾ നീ ചൊരിഞ്ഞതിനാൽ നന്ദിയാൽ നിൻ സ്തുതി പാടിടാം ഞാൻ. ദാവീദായി പാടിടാം ഞാൻ സ്നേഹത്തിൻ സ്തുതിഗീതം, ദാവീദായി പാടിടാം ഞാൻ സ്നേഹത്തിൻ സ്തുതിഗീതം. നന്മകൾ നീ ചൊരിഞ്ഞതിനാൽ നന്ദിയാൽ നിൻ സ്തുതി പാടിടാം ഞാൻ. നന്മകൾ നീ ചൊരിഞ്ഞതിനാൽ നന്ദിയാൽ നിൻ സ്തുതി പാടിടാം ഞാൻ. ഇടയനേശുവേ നീയല്ലാതാരെന്നെ നയിക്കുമീ മഹിയിൽ, ഇടയനേശുവേ നീയല്ലാതാരെന്നെ നയിക്കുമീ മഹിയിൽ. ദാവീദായി പാടിടാം ഞാൻ സ്നേഹത്തിൻ സ്തുതിഗീതം. ചേർന്നു നന്ദിയായി പാടാം നന്മയാകും നല്ലിടയനായി. ഒന്നു ചേർന്നു നന്ദിയായി പാടാം നന്മയാകും നല്ലിടയനായി. നല്ലവനാം നാഥ നന്മയേകും നാഥ ചൊരിയണമേ നിൻ കൃപകൾ. നല്ലവനാം നാഥ നന്മയേകും നാഥ ചൊരിയണമേ നിൻ കൃപകൾ. ദാവീദായി പാടിടാം ഞാൻ സ്നേഹത്തിൻ സ്തുതിഗീതം. പല വഴി നടന്നു തിരുവഴിയകന്നു ഇരുൾ വഴി അലഞ്ഞവൻ ഞാൻ. പല വഴി നടന്നു തിരുവഴിയകന്നു ഇരുൾ വഴി അലഞ്ഞവൻ ഞാൻ. നൽകേണമേ നിൻ കരങ്ങൾ ചേർക്കേണമേ നിന്റെ പാതേ. നൽകേണമേ നിൻ കരങ്ങൾ ചേർക്കേണമേ നിന്റെ പാതേ. നേർവഴിയിൽ നയിക്കുക എന്നെ നീ, നേർവഴിയിൽ നയിക്കുക എന്നെ നീ. ഒന്നു ചേർന്നു നന്ദിയായി പാടാം നന്മയാകും നല്ലിടയനായി. ഒന്നു ചേർന്നു നന്ദിയായി പാടാം നന്മയാകും നല്ലിടയനായി. നല്ലവനാം നാഥ നന്മയേകും നാഥ ചൊരിയണമേ നിൻ കൃപകൾ. നല്ലവനാം നാഥ നന്മയേകും നാഥ ചൊരിയണമേ നിൻ കൃപകൾ. ദാവീദായി പാടിടാം ഞാൻ സ്നേഹത്തിൻ സ്തുതിഗീതം. ഇനിയുള്ള കാലം
നല്ലവനാം നാഥ, നിർവഴിയിൽ നയിക്കുക എന്നെ നീ, നിർവഴിയിൽ നയിക്കുക എന്നെ നീ. ദാവീദായി പാടിടാം ഞാൻ സ്നേഹത്തിൻ സ്തുതിഗീതം. നന്മകൾ നീ ചൊരിഞ്ഞതിനാൽ നന്ദിയാൽ നിൻ സ്തുതി പാടിടാം ഞാൻ. നന്മകൾ നീ ചൊരിഞ്ഞതിനാൽ നന്ദിയാൽ നിൻ സ്തുതി പാടിടാം ഞാൻ. ഇടയനേശുവേ നീ അല്ലാതാരെന്നെ നയിക്കും ഈ മഹിയിൽ. ഇടയനേശുവേ നീ അല്ലാതാരെന്നെ നയിക്കും ഈ മഹിയിൽ. ദാവീദായി പാടിടാം ഞാൻ സ്നേഹത്തിൻ സ്തുതിഗീതം. ദാവീദിനെ പോലെ എല്ലാവരും ദൈവത്തെ സ്തുതിച്ച് പാടണം അല്ലേ? അതെ അല്ലേ, എല്ലാവരും ഒത്തിരി ആസ്വദിച്ച് പാടിയ ദൈവത്തെ സ്തുതിച്ച് പാടാനായിട്ട് നമുക്ക് നിരവധി കാരണങ്ങളുണ്ട്. കാരണം ദൈവം തന്നല്ലാതെ ഒന്നുമില്ലല്ലോ നമുക്ക്. എല്ലാ നിമിഷവും ദൈവത്തെ സ്തുതിച്ച് പാടാൻ കടപ്പെട്ടവരാണ് നമ്മൾ അല്ലേ? അപ്പോൾ ആ ഒരു പാട്ട് ദൈവത്തിനുള്ള നമ്മുടെ ഒരു സ്തുതിയായിട്ട് നമുക്ക് സമർപ്പിക്കാം അല്ലേ? ആരാധനയുടെ ഒരു പുതിയ ഗാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ ഗാനവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ജോസ് കുറവലങ്ങാട് എന്ന നമ്മുടെ ഇടവക്കാരനായ വ്യക്തി തന്നെയാണ്. പുള്ളിയുടെ ഒരു ഗാനം നമ്മൾ ഇപ്പോൾ തന്നെ കേട്ടിരുന്നു, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കേട്ടിരുന്നു. വളരെ നന്നായിട്ട് ചെയ്തിരുന്ന, നന്നായിട്ട് വരികൾ ചിട്ടപ്പെടുത്തുന്ന ഒരു എഴുത്തുകാരനാണ് ജോസ് കുറവലങ്ങാട്. പല പാട്ടുകളും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം എഴുതിയ ഒരു നല്ല ഒരു ഗാനമാണ് അടുത്തത് അല്ലേ? അതിൻ്റെയും സംഗീതം പീറ്റർ ചേട്ടൻ തന്നെയാണ്. അതിനെക്കുറിച്ചൊന്ന് പീറ്റർ ചേട്ടൻ സംസാരിച്ചാൽ. നിറഞ്ഞ മനമോടെ എന്നുള്ളൊരു പാട്ടാണ് ജോസേട്ടൻ എനിക്ക് എഴുതി തന്നത്. പല പാട്ടുകളും തന്നു, അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്ത പാട്ട് ഇതാണ്. പക്ഷേ ഞാൻ നോക്കിയിട്ട് ആരാധനയ്ക്ക് പാടാൻ പറ്റിയൊരു പാട്ടാണ്. ആ ഒരു മൂഡിലാണ് ചെയ്തതാണ് പാട്ട്. അപ്പോൾ അത് കുറേ ഗ്രൂപ്പായിട്ട് പാടുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷമുണ്ടായി. അപ്പോൾ ആ ഒരു ശൈലിയിലേക്ക് നമ്മൾ ആ പാട്ടിൻ്റെ കമ്പോസിങ് കൊണ്ടുവന്നു. ആണ് ഹാർമണിയൊക്കെ ചേർക്കാൻ വേണ്ടി എളുപ്പത്തിന്. അത് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒരു അടിപൊളി ഫാസ്റ്റ് നമ്പർ പാട്ടായി എന്നറിയാം. നല്ലൊരു സോങ്ങാണ് ഇട്ട് വന്നു. പിന്നെ അതിൻ്റെ ഓർക്കസ്ട്രേഷനും എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ നല്ലൊരു അടിപൊളി പാട്ടായി. അത് ഞാൻ അതിൻ്റെ ട്യൂണൊക്കെ എനിക്ക് കിട്ടുന്നത് നമ്മുടെ പള്ളിയിലിരുന്നപ്പോൾ കിട്ടിയ ഞായറാഴ്ച പാട്ട് പാടി കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം അവിടെ മാറിയിരുന്നപ്പോഴൊക്കെ ഈ പാട്ടുകൾ ഇങ്ങനെ നിറഞ്ഞ മനമോടെ എന്നുള്ള പാട്ട് എൻ്റെ ഈ പാട്ട് മൊബൈലിൽ കിടപ്പുണ്ടാണ്. അങ്ങനെ ഞാൻ അതിനൊരു ട്യൂൺ കൊടുത്ത നിറഞ്ഞ മനമോടെ സാദരം, അങ്ങനെ ഒരു നല്ലൊരു ട്യൂണാണ് എനിക്ക് ആദ്യം. അതിൻ്റെ ഓർക്കസ്ട്ര ആരാ ചെയ്തിരിക്കുന്നത്? അത് നെൽസൺ തന്നെയാണ്. നെൽസൺ തന്നെയാണ്. നെൽസൻ്റെ നല്ലൊരു ഓർക്കസ്ട്രേഷനായിരുന്നു. അതിൻ്റെ കുറച്ച് ഒത്തിരി എക്സ്ട്രാ ആയിട്ട് കുറേ ടോൺസുകളൊക്കെ ചേഞ്ച് ചെയ്ത് BGM-ൽ ഒത്തിരി നല്ല മാറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പാട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തപ്പം നമ്മുടെ പാട്ടുകാരെല്ലാം വളരെ ആസ്വദിച്ച് പാടുന്നതിൻ്റെ കോറസ് ആയിരുന്നു. അതെങ്ങനെയാണ് പറ്റിയത്? ആരാധിക്കുന്നേ കാഴ്ച ഞാനിത സമർപ്പിക്കുന്നു, നിന്നെയും എനിക്കുള്ളതെല്ലാം നാഥാ നിൻ തിരുമുൻപിൽ സമർപ്പിക്കുന്നു. അങ്ങനെ വളരെ ചാടി പാടുന്നത്. അത് നല്ല ഒരു പഞ്ചുള്ള പാട്ടാണ്. ഗ്രൂപ്പ് അത് പാടിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ എഫക്റ്റ്. ഒരു അടിപൊളി പാട്ടെന്ന് പറയുന്നത്. പാടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു വലിയൊരു അനുഭവമായിരുന്നു ആ പാട്ട്. അത് എന്നാലും എനിക്ക് തോന്നുകയും ചെയ്തു. മനോജനൊക്കെ കേട്ടപ്പോൾ തന്നെ എൻ്റെ ഓർക്കസ്ട്രേഷൻ തുടങ്ങിയപ്പോൾ തന്നെ മനോജന് ഇഷ്ടപ്പെട്ടു. ആ പാട്ട് എം പി ജോർജ് അച്ഛന് വളരെ ഇഷ്ടപ്പെട്ടു. എം പി ജോർജ് അച്ഛന് വളരെ ഇഷ്ടപ്പെട്ടു. സ്റ്റുഡിയോയിൽ വന്നപ്പോൾ പ്രത്യേകമായി പറഞ്ഞു അച്ഛൻ. നമുക്കൊന്ന് ആ ഒരു ഗാനം കേൾക്കാം. ഓക്കെ.
ശാലോൻ രവി ദ കൊയർ എന്ന പേരിൽ ഇങ്ങനെ ഒരു സംഗീത പ്രോഗ്രാം നടത്തിയതിന് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ളൊരു കാര്യമായിട്ട് ഞാൻ കരുതുകയാണ്. ഓരോ ഇടവകയിലും എത്രയോ ഗായകരാണ് അറിയപ്പെടാതെ ഉള്ളത്. അപ്പോൾ അവർക്കെല്ലാം ഒരു അവസരമാണ് ഇങ്ങനെ പാടാനായിട്ടുള്ള, ദൈവത്തെ സ്തുതിക്കാനായിട്ടുള്ള ഒരു അവസരം. അപ്പോൾ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാക്കിയ ശാലോൻ രവിയുടെ എല്ലാ അണിയറ പ്രവർത്തകരെയും അഭിനന്ദിക്കാനായിട്ടും നന്ദി പറയാനായിട്ടും ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അപ്പോൾ എല്ലാ ഗാനങ്ങളുടെയും ലക്ഷ്യം എന്ന് പറയുക ദൈവത്തെ പാടി സ്തുതിക്കുക, ദൈവത്തെ മഹത്വപ്പെടുത്തുക എന്നുള്ളത്, പ്രത്യേകിച്ച് ചർച്ച് കൊയറിൻ്റെ ലക്ഷ്യം. അപ്പോൾ ആ ഒരു ലക്ഷ്യമായിരുന്നു ഞങ്ങൾ കുറവലങ്ങാട് ഇടവക മരിയൻ വോയിസ് എന്നുള്ള ഞങ്ങളുടെ കൊയർ ഗ്രൂപ്പിലൂടെ പ്രകടമാക്കാനായിട്ട് ഉദ്ദേശിച്ചത്. ഞങ്ങളുടെ ഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അടുത്ത എപ്പിസോഡുകളിലേക്ക് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുമെന്ന് കരുതുകയാണ്. ദൈവം തന്ന കഴിവുകളെ ദൈവത്തിനായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിനൊരു വിലയുണ്ടാകുക. അപ്പം നമ്മൾക്ക് ദൈവനാമത്തിൽ എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. വരും എപ്പിസോഡുകളിലേക്ക് കൂടി നിങ്ങളെ പ്രതീക്ഷയോടെ കാത്തിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി.